ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. നമുക്കിന്ന് ആട്ടക്കഥ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. മിക്ക PSC പരീക്ഷകൾക്കും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ കേട്ടറ്റ്, നെറ്റ് സെറ്റ് പോലുള്ള എല്ലാ എലിജിബിലിറ്റി പരീക്ഷകൾക്കും ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോയിലേക്ക് കടക്കാം. 17ാം ശതകത്തിൽ രൂപം കൊണ്ട സാഹിത്യമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം. കഥകളിയുടെ സാഹിത്യ രൂപമാണിത്. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയാണ് രാമനാട്ടം. വീരവിരാട കുമാരവിഭോ എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഓമാന തിങ്കൾ കീടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ഇരയിമ്മൻ തമ്പി. കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. അശ്വതി തിരുനാളിന്റെ ആട്ടക്കഥകൾ അംബരീക്ഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, പൗണ്ഡ്രകവധം. കാർത്തിക തിരുനാളിന്റെ ആട്ടക്കഥകൾ സുഭദ്രോ പ്രഹരണം, രാജസൂയം. NV കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകൾ ബുദ്ധചരിതം, ചിത്രാംഗത. കാവ്യം എത്ര വിധം ഏതെല്ലാം? 2 വിധം, ദൃശ്യം, ശ്രാവ്യം. കണ്ടു രസിക്കാവുന്നത് ദൃശ്യം, ഉദാഹരണം നാടകം, തുള്ളൽ, കഥകളി തുടങ്ങിയ അഭിനയ കലകൾ. കേട്ട് രസിക്കാവുന്നത് ശ്രാവ്യം, ഉദാഹരണം മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നിവ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ട കഥകൾ പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, പിച്ചിന്നാഭിഷേകം, ഖരവധം, സേതുബന്ധനം, തോരണയുദ്ധം. കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്ന് പറയുന്നത് കോട്ടയം തമ്പുരാന്റെ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം എന്നീ ആട്ടക്കഥകൾ. ആട്ടക്കഥയിലെ അത്ഭുത പ്രഭാവൻ ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥ നളചരിതം. നളചരിതം കഥയെ എത്ര ദിവസങ്ങളായാണ് ചിട്ടപ്പെടുത്തിയത്? 4 ദിവസം. നളചരിതത്തിലെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് മഹാഭാരത വനപർവത്തിൽ നിന്ന്. മലയാളത്തിലെ ശാകുന്തളം എന്ന് നളചരിതത്തെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. നളചരിതത്തിലെ ഭാഷ മലയാളമോ സംസ്കൃതമോ മണിപ്രവാളമോ അല്ല, എല്ലാമായ ഒന്നുമല്ലാത്ത ഉണ്ണായി ഭാഷയാണെന്ന് വിലയിരുത്തിയത് SK നായർ. നളചരിതത്തിലെ ഭാഷ സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തുകയും ചേർന്നൊരുക്കിയ ഒരു വെങ്കല ഭാഷയാണെന്ന് പ്രസ്താവിച്ചത് AR രാജരാജവർമ്മ. ആട്ടക്കഥാ പ്രസ്ഥാനത്തിൽ വരുന്ന മറ്റൊരു പോർഷനാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കോഴിക്കോട് മാനവേദ രാജാവ്. കൃഷ്ണനാട്ടത്തിന് അവലംബമായ കൃതി കൃഷ്ണഗീതി, മാനവേദൻ. കഥകളി വാദ്യങ്ങൾ ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം. കഥകളി വേഷങ്ങൾ മിനുക്ക്, പച്ച, കത്തി, കരി, താടി. കഥകളി ചടങ്ങുകൾ കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകങ്ങൾ, പുറപ്പാട്, മേളപ്പദം. കഥകളി വേഷങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളെ ആസ്പദമാക്കി. കഥകളിയിൽ കോട്ടയത്ത് തമ്പുരാൻ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് കല്ലടിക്കോടൻ. കല്ലടിക്കോടൻ സമ്പ്രദായക്കാരുടെ കുലഗുരു വെള്ളനാട്ട് ചാത്തുപണിക്ക. ആട്ടക്കഥയിൽ ശൃംഗാരപദം വേണമെന്ന നിബന്ധന ഉടലെടുത്തത് കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ നിന്ന്. കപ്ലിങ്ങാട് നമ്പൂതിരി ഏർപ്പെടുത്തിയ കപ്ലിങ്ങാടൻ രീതിയുടെ മറ്റൊരു പേര് നെടുമ്പുര സമ്പ്രദായം. കഥകളിക്കാരിൽ ആദ്യമായി കളിയോഗം നടത്തിയത് കപ്ലിങ്ങാട്ട് നമ്പൂതിരി. തിരുവനന്തപുരം കൊട്ടാരം കഥകളി യോഗത്തിന്റെ സ്ഥാപകൻ കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജൻ. കാർത്തിക തിരുനാൾ രാമവർമ്മ പൂർത്തിയാക്കാതെ വിട്ട നരകാസുരവധം പൂർത്തിയാക്കിയത് അശ്വതി തിരുനാൾ. അശ്വതി തിരുനാളിന്റെ രുക്മിണി സ്വയംവരത്തിന് കഥകളിയിലുള്ള സ്ഥാനം. ആദ്യം ചൊല്ലിയാടാൻ എടുക്കുന്ന കഥ അന്നും ഇന്ന് രുക്മിണി സ്വയംവരത്തിലേതാണ്. ആട്ടക്കഥ രചന നടത്തിയ ഒരേ ഒരു വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ശ്രീമതി സ്വയംവരം, മിത്രസഹമോക്ഷം, പാർവതി സ്വയംവരം ഇതൊക്കെ അവരുടെ ആട്ടക്കഥകളാണ്. ഒരു നായർ സ്ത്രീ അനേകം നമ്പൂതിരിമാരെ രഹസ്യക്കാരായി വെച്ചുകൊണ്ടിരിക്കുന്നതിനെ വിഷയമാക്കി രചിച്ച ആട്ടക്കഥ പാട്ടുണ്ണി ചരിതം. എഴുതിയത് ചേലപ്പറമ്പ് നമ്പൂതിരി. പാട്ടുണ്ണി ചരിതത്തിന്റെ മറ്റൊരു പേര് സംഗീത ബാലചരിതം. ആട്ടക്കഥകളെ പരിഹസിച്ച് എഴുതിയ ആട്ടക്കഥയാണ് പാട്ടുണ്ണി ചരിതം. നളചരിതത്തിന്റെ സാഹിത്യം, അരങ്ങ്, സംഗീതം എന്നീ സമസ്ത മേഖലകളെ സ്പർശിക്കുന്ന ഏക വ്യാഖ്യാനം കൈരളി വ്യാഖ്യാനം പരമന രാമചന്ദ്രൻ നായർ. വിശപ്പും ചോറും വിഷയമാക്കിയ ആട്ടക്കഥ
ക്ഷുതോദന വിജയം KC നാരായണൻ നമ്പ്യാർ. ആശാന്റെ കരുണയ്ക്ക് ആട്ടക്കഥാരൂപം തയ്യാറാക്കിയത് ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി. ഉമാ കേരളം ആട്ടക്കഥയാക്കിയത് PN പരമേശ്വരൻ. പ്ലേഗ് വധം ആരുടെ ആട്ടക്കഥയാണ്? KC നാരായണൻ നമ്പ്യാർ. വള്ളത്തോളിന്റെ നാങ്കില എന്ന കവിതയ്ക്ക് ആട്ടക്കഥാരൂപം തയ്യാറാക്കിയത് OM അനുജൻ. ഭവദേവ ചരിതം. കൂട്ടുകാരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോർഷനിൽ നിന്ന് മിക്ക പരീക്ഷകൾക്കും, അത് PSC പരീക്ഷകൾ മാത്രമല്ല മറ്റ് എലിജിബിലിറ്റി പരീക്ഷകൾക്കും ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷകൾക്ക് പോകുന്നതിന് മുന്നേ ഈ പോർഷൻസ് വളരെ നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.